റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആംബിയൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ കാണുന്നതാണ് സമവർ. ഇവിടുത്തെ മട്ടൺ റിബാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഓവനിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 1/2 hour to 45 minutes വേണം ഈ ഒരു റിബ് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഈ കാണുന്ന സ്റ്റാർട്ടേഴ്സും അപ്പറ്റൈസറും എല്ലാം നമ്മൾ സെപ്പറേറ്റ് തന്നെ വാങ്ങണം. നത്തിങ് കംസ് അലോങ് വിത്ത് ദ മെയിൻ ഡിഷ്. അതിന് 2-3 സ്റ്റാർട്ടേഴ്സും അതേപോലെ തന്നെ ഡ്രിങ്ക്സും ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ മെയിൻ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സെർവ് ചെയ്യാനുള്ള ടേബിളാണ് ഇവരിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മട്ടൺ റിബ് ഇവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രസൻറ്റേഷനും അതേപോലെ തന്നെ ലൈവായിട്ട് നമ്മളെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇത് കട്ട് ചെയ്ത് തരുന്നത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ദ ടേസ്റ്റ് വൈസ് നമുക്ക് അത്ര ഒരു വാവ് ഫീലിംഗ് കിട്ടില്ല, ബിക്കോസ് വി നെവർ ട്രൈഡ് ദിസ് ബിഫോർ. ഈ രാജ്യത്തിൻ്റെ പരമ്പരാഗതമായ ഭക്ഷണ രീതികളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആസ് എ ടൂറിസ്റ്റ് നമുക്കിതൊരു 1 time ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മട്ടൺ റിബിൻ്റെ ഈ ഒരു പോർഷന് 80 മനാത്താണ് ഇവർ ചാർജ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 200 dirhams.